കാലങ്ങളായി ജമ്മു കാശ്മീരിൽ ഭീകരരുടെ പ്രശ്നം നാം കേൾക്കുന്നുണ്ട്. എന്നാൽ ഇത്തവണത്തേതുപോലെ ഇത്രമേൽ ഭീകരമായി സാധാരണക്കാരെ, അതും സഞ്ചാരികളെ ലക്ഷ്യമിട്ടുള്ള ആക്രമണങ്ങൾ ഉണ്ടായിട്ടേയില്ല. സിവിലിയന്മാർ പോലും കൊല്ലപ്പെടുന്നത് ഏതെങ്കിലും ഏറ്റുമുട്ടലുകളുടെയോ ആക്രമണത്തിൻ്റെയോ അനന്തര ഫലങ്ങൾ കൊണ്ടോ ഒക്കെയായിരുന്നു. എന്നാൽ പുറത്തുവരുന്ന വിവരപ്രകാരം പേരും സ്ഥലവും ചോദിച്ച് വെടിയുതിർത്തു എന്നത് ന്യായീകരിക്കാനോ നീതീകരിക്കാനോ കഴിയാത്തതാണ്. ഭീകരതയുടെ ഭീകരത എന്നല്ലാതെ ഇതിനെ വിശേഷിപ്പിക്കാൻ മറ്റൊരു വാക്കില്ല. 2019 മാർച്ച് 15 സ്വിറ്റ്സർലാൻഡിലെ ക്രൈസ്റ്റ് പള്ളിയിലെ വെടിവെപ്പിൽ ഭീകരർ നമസ്കരിക്കുകയായിരുന്ന 49 പേരെയാണ് വെടിവെച്ച് കൊലപ്പെടുത്തിയത്. ആ സംഭവത്തിൻ്റെ തനി ആവർത്തനം പോലെയാണ് സിവിലിയന്മാർക്ക് നേരെയുള്ള ഈ ആക്രമണത്തെയും നമുക്ക് കാണാൻ സാധിക്കുക. കശ്മീർ എന്നും കലാപസമാനമായ സാഹചര്യത്തിലൂടെ കടന്നുപോയ ഇടമാണ്. വെടിവെപ്പും ഷെല്ലാക്രമണവും കഴിഞ്ഞ് സമാധാനത്തോടെ ജീവിക്കാൻ അവർക്ക് കഴിഞ്ഞിരുന്നില്ല. എന്നാൽ ഏതാനും വർഷങ്ങളായി കശ്മീരിലെ ഭീകരാക്രമണം വാർത്തയെ ആയിരുന്നില്ല. കശ്മീരിൽ സമാധാനം പുലർന്നു എന്നായിരുന്നു ഭരണ നേതൃത്വങ്ങൾ അവകാശവാദം ഉന്നയിച്ചിരുന്നത്. കശ്മീർ സമാധാനപൂരിതമാണെന്ന വാർത്തകൾ പൂർണ്ണമായും ശരിയല്ല എന്നാണ് ഈ സംഭവത്തെ വിലയിരുത്തുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത്. ജാഗ്രതക്കുറവും മറ്റും എവിടെയൊക്കെ ഉണ്ടായി എന്നത് വിലയിരുത്തപ്പെടണം, പഴുതുകൾ അടക്കപ്പെടണം. ഏത് ഭീകരാക്രമണത്തെയും മതവെറി പടർത്താൻ ഉതകുന്ന ടൂളാക്കി മാറ്റുന്ന വെറുപ്പിൻ്റെ കക്ഷികളെ കരുതിയിരിക്കണം. ഭീകരതയ്ക്ക് മതമില്ല, അവർ ഭീകരർ മാത്രമാണ്. ഒരു ഭീകരതയും ഇന്ത്യൻ മണ്ണിൽ വളരാൻ അനുവദിക്കുകയും അരുത്. സൈന്യം ശക്തമായ നടപടികൾ കൈക്കൊള്ളണം. ഇതു സംബന്ധിച്ച് ഇപ്പോൾ പുറത്തു വരുന്നതെല്ലാം സൂചനകൾ മാത്രമാണ്. പിന്നിൽ പാകിസ്ഥാനാണെന്നും ലഷ്കർ എ തൊയ്ബ ഭീകര സംഘടനയുടെ ബന്ധവുമെല്ലാം വെളിവാക്കപ്പെടുമ്പോൾ ഏത് ശക്തികളെയും തുടച്ചു നീക്കുവാനുള്ള കരുത്തുള്ള നമ്മുടെ രാജ്യത്തിന് ഇതിനെയും മറികടക്കാൻ സാധിക്കുമെന്നതിൽ തർക്കമില്ല. Waytonikah.com, the exclusive Muslim matrimonial site.